നമ്മളിപ്പോൾ മൈത്രയെന്നും കുടുംബമെന്നും ജിയോ ബേബിയോടൊക്കെ ചോദിക്കുമ്പോൾ ഇതെന്തോ ഭയങ്കര ഭീകര സിനിമയാണെന്ന് എല്ലാവരും വിചാരിക്കും. അങ്ങനെയല്ല, ലവ് സ്റ്റോറിയാണ്. അതെ, മൈത്രേനെ ഒക്കെ വന്നിരിക്കുന്നത് വേറൊരു തരത്തിലാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. അപ്പോൾ കുടുംബത്തെക്കുറിച്ചുമാണ് സിനിമ പറയുന്നത്. പക്ഷേ ഇതൊരു ഭയങ്കര റൊമാൻറ്റിക് റൈഡാണ്. ഇത് മറ്റേ അമ്മമാരുടെ മറ്റേ കൂട്ട പടമാണ്. സിനിമ ടോട്ടലി ഫണ്ണാണ് ഈ സിനിമ. ഇപ്പം ആനന്ദും നന്ദിച്ചേട്ടനും ഇവരൊക്കെ ഉള്ള ഒരുമിച്ചുള്ള ഒരു വലിയൊരു അല്ലേ റൊമാൻറ്റിക് ട്രാവൽ എന്ന് പറയാം. അപ്പോൾ കുടുംബത്തെക്കുറിച്ച് ഇപ്പോൾ ഈ മൈത്രേയൻ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എന്നുള്ളതാണ് എൻ്റെ കുടുംബജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നിന്നും എനിക്കും എൻ്റെ പാർട്ട്ണറിനും ഒക്കെ മനസ്സിലാകുന്നത് അല്ലേ. അത് വളരെ സത്യസന്ധമായ കാര്യമാണ്. നമ്മളതിനെ ആർഗ്യൂ ചെയ്യാം, എതിർക്കാം അല്ലേ. ഓരോരുത്തർക്കും കുടുംബം എങ്ങനെയാണെന്നുള്ളത് അല്ലേ. നമ്മൾ ഈ എല്ലാ ക്രൈമിൻ്റെ കേന്ദ്രം കുടുംബമാണെന്ന് വെച്ചാൽ യെസ് അതെ അല്ലേ. നമ്മളെല്ലാവരും എവിടെയാണ് ഗ്രോ ചെയ്യുന്നത് അല്ലേ. നമ്മൾ പഠിപ്പിക്കാൻ പിള്ളേരെ വിടുന്ന സ്ഥലങ്ങൾ. അപ്പം എനിക്ക് കുഞ്ഞു പിള്ളേരുള്ളതുകൊണ്ട് എനിക്കറിയാം സ്കൂളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്.